നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ തംനെയിമിൽ കണ്ട പോലെ തന്നെ ഞാനൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഒരു അംഗപരിമിതി ആയിട്ടുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ചുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയും നാളും ഇതൊന്നും ഞാനെന്താ പറയാതിരിക്കുകയായിരുന്നു. പക്ഷേ ഞാനത് പറയാതിരിക്കാൻ ഇനിയും പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയണം, ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഈ കഷ്ടപ്പാടൊക്കെ പെടുന്നത് ഞാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം തരാം, ഞാനല്ല ഈ കഷ്ടപ്പാടൊന്നും പെടുന്നത്. നമ്മുടെ വീഡിയോസ് കാണുന്ന വളരെ ചുരുക്കം പേര്, എല്ലാവരും ഒന്നല്ല പറഞ്ഞത്, വളരെ ചുരുക്കം പേര് അവരാണ് ഞാൻ ഒരു അംഗപരിമിതിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാൻഡിക്യാപ്റ്റുള്ള ഒരു യുവതി വിവാഹം കഴിച്ചതുകൊണ്ട് കഷ്ടപ്പെടുന്നത്. സത്യത്തിൽ ഈ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ലോകം ഫുള്ള്, നമ്മുടെ ഈ ഭൂമി ഫുള്ള് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗപരിമിതിയുള്ള യുവതി വിവാഹം കഴിച്ചിട്ടുള്ളത്. ഒരുപാട് പേരുണ്ട് അംഗപരിമിതിയുള്ള സ്ത്രീകളെയാണെങ്കിലും പുരുഷന്മാരെയാണെങ്കിലും വിവാഹം കഴിച്ചിട്ടുള്ള ഒട്ടനവധി പേരുണ്ട്. ചിലർ സോഷ്യൽ മീഡിയയിൽ അവരുടേതായിട്ടുള്ള ടാലൻറ്റ് കാണിച്ച് അവർ മുന്നേറുന്നുണ്ട്. മറ്റ് ചിലരാണെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടി പോകുന്ന ആൾക്കാരാണ്. എനിക്കറിയാവുന്നൊരു കപ്പിളുണ്ട്, എനിക്കൊരുപാട് ഇഷ്ടമുള്ള, എനിക്കൊരുപാട് ബഹുമാനമുള്ള, ഞാൻ നേരത്തെ ചേട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ചേട്ടാന്നല്ല വിളിക്കേണ്ടത്, എൻ്റെ സെയിം ഏജാണ്, അതുകൊണ്ട് ബ്രദർ എന്ന് വിളിക്കാം, ബ്രോ. ഓക്കെ. അപ്പോൾ ഞാൻ ഒരുപാട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്ന അതല്ലെങ്കിൽ ഞാൻ ആദരവ് കൊടുക്കുന്ന ഒരാളുണ്ട്. രാഹുൽ എന്നാണ് പുള്ളിയുടെ പേര്. എനിക്ക് വർഷങ്ങളായിട്ട് ആ പുള്ളി അറിയാം. സത്യത്തിൽ ഡോറയായിട്ടുള്ളൊരു വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഉള്ളിലൊരു പ്രചോദനം തന്നതും കോൺഫിഡൻസ് തന്നതുമൊക്കെ ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സത്യത്തിൽ ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയായിട്ടൊന്നും എനിക്കൊരു പരിചയമില്ലായിരുന്നു ആ സമയത്ത്. ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പിന്നെ ഫ്ലവേഴ്സായിരുന്നു ഏതൊരു ചാനൽ, മഴവിൽ മനോരമയാണോ ഫ്ലവേഴ്സാണോ എന്ന് എനിക്കറിയില്ല, ചാനലിലൊക്കെ വന്നിട്ടുള്ളതാണ് അവർ. അപ്പം ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്ക് സത്യത്തിൽ ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാനുള്ള. പിന്നെ ഡോറയായിട്ടുള്ള പരിചയപ്പെടലും ഡോറയായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായി ഡോറയെ തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളുടെ കല്യാണം കാര്യങ്ങളും നടന്നത്. പറഞ്ഞു വന്നത്, മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞാൻ മാത്രമല്ല ഈ അംഗപരിമിതിയായിട്ടുള്ള യുവതിയെ വിവാഹം കഴിച്ചത്. പിന്നെ വേറൊരു കാര്യം, അതിൽ പലരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. പലരും നല്ല ഒട്ടുമിക്ക, അതായത് ഇങ്ങനെയുള്ളൊരു കാറ്റഗറി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 97% പേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. വളരെ ചുരുക്കം പേരേ ഉള്ളൂ യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം കൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടൊക്കെ കഴിയുന്നത്. ബാക്കിയുള്ള 97% പേരും ജോലിക്ക് പോയി കഴിയുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിനെ മാത്രമാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഷോർട്ട് ഫിലിം ആണെങ്കിലും ഫാമിലി വ്ളോഗ് ആണെങ്കിലും അങ്ങനെയുള്ള റീൽസൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ അതായത് നമുക്കൊരു വഴി തുറന്നു കിട്ടി, നമ്മളത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ വരാറുണ്ട്, ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ ഒരു ലൈവ് ഇട്ട സമയത്ത് എന്തിനാണ് ഹാൻഡിക്യാപ്റ്റുള്ള ഒരു യുവതി വിവാഹം കഴിച്ചാൽ വേറൊരു പെണ്ണിന് നല്ലൊരു പെണ്ണിന് വിവാഹം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ നല്ല പെണ്ണ് ഹാൻഡിക്യാപ്റ്റായിട്ടുള്ള പെണ്ണ് എന്നുള്ള ഡിഫറൻസ് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ നോർമലി ഒരാളെ നോക്കുമ്പം അയാളുടെ ശരീരത്തിൽ കാണുന്ന അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പുറത്തൊരാളുടെ ശരീരത്തിൽ ഇല്ലയെന്ന് വെച്ചിട്ട് അവരെ നമ്മൾ ഒതുക്കി നിർത്തണം, അവർക്ക് വിവാഹ ജീവിതം പറ്റില്ല, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ നിയമത്തിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ലോകത്ത് ഒരിടത്തും അങ്ങനത്തുള്ള ഒരു കാര്യമില്ല. അപ്പോൾ വിവാഹം കഴിക്കാൻ പാടില്ല, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നൊന്നും എവിടെയും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവരുടെ രണ്ട് മനസ്സുകൾ ഒന്നിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് വിവാഹം കഴിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇനി നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി നമ്മൾ ജീവിക്കുന്ന സമയത്ത് ശരിയാണ്, നെഗറ്റീവും പോസിറ്റീവും എല്ലാം വരും. അതുപോലെ തന്നെ നെഗറ്റീവ് വരുന്ന സമയത്ത് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്കെതിരെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേർക്ക്, എനിക്ക് മാത്രമല്ല, യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ചിലർ പ്രതികരിക്കും, ചിലർ പ്രതികരിക്കാതിരിക്കും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയത്, ഞാൻ ലോകത്തിലുള്ള എല്ലാ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്കും വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്.
എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ ഈ അംഗപരിമിതമായിട്ടുള്ള ആൾക്കാരെ ഒതുക്കി നിർത്തേണ്ടവരാണ്, അല്ലെങ്കിൽ അവരൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഇനി ഇത്തിരി സൗന്ദര്യം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെന്തോ ഒരു വിചിത്ര ജീവിയാണ്, വികൃതമായിട്ടുള്ള ആൾക്കാരാണ് എന്ന് കാണുന്ന അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന കുറേയധികം കൂട്ടരുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവിൽ ഡോറയുടെ ശരീരത്തിനെ കുറിച്ച് മോശമായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് വരുന്ന ലൈക്കുകൾ 100ഉം 200ഉം ഒക്കെ ലൈക്കുകൾ വരുന്നുണ്ട്. അപ്പം ഈ സെയിം മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു തെളിവാണ് അത് എന്ന് പറയുന്നത്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നാളെ ഒരു സമയത്ത് ഇവരുടെ വീട്ടിൽ ഇവരുടെ കുടുംബത്തിൽ ഇതുപോലെ ആരെങ്കിലും ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി മാക്സിമം അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. അതെനിക്കിപ്പം കൺഫേം ആയി. കാരണം അത്രയ്ക്കും അംഗപരിമിതരായിട്ടുള്ള ആൾക്കാരെ മോശമായി സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെ ലൈവിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാൻ ആ കാര്യം അവിടെ വിട്ട സംഭവമാണ്. അതിനുശേഷം ഈ യൂട്യൂബിൽ ലൈവ് പോകുമ്പം ഹൈലൈറ്റ് എന്ന് പറഞ്ഞിപ്പം വരുന്നുണ്ട്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ 2-3 ഞങ്ങളുടെ ഡോറാബുജിയിലാണെങ്കിലും കേരള ബ്രദേഴ്സിലാണെങ്കിലും ലൈവ് പോകുന്ന സമയത്ത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ അതങ്ങ് അപ്ലോഡ് ചെയ്യാറുണ്ട്. കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, എന്തെങ്കിലും അതിൽ നിന്ന് വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് ഞാനത് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ ഇട്ടേക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനത് ഇന്നലെ ഹൈലൈറ്റ് ചെയ്തതാണ് ലൈവിലത് എന്താണെന്ന് സത്യത്തിൽ ഞാൻ കണ്ടതുപോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു. സംഗതി എന്ന് വെച്ചാൽ അംഗപരിമിതരായിട്ടുള്ളവരെ പ്രദർശിപ്പിച്ച് ജീവിക്കുന്നതും തെറ്റാണ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ എന്താ പറയുന്നത്, ഈ സിനിമ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ ചെയ്യുന്ന എന്താണ്, ഒന്ന് സൗന്ദര്യമുള്ളവരായിരുന്നു നേരത്തെയൊക്കെ സിനിമയിൽ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കുറച്ചുകൂടെ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. കൂടുതലും മെയിൻ ലീഡ് റോളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് സൗന്ദര്യം ഉള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ സിനിമയിൽ എന്താ ചെയ്യുന്നത്, അവരവരുടെ കഴിവാണ് അവിടെ വിൽക്കുന്നത്, അവരുടെ ആക്ടിങ് സ്കില്ലാണ് അവിടെ വിൽക്കുന്നത്, അവരുടെ ഡാൻസ് അവിടെ വിൽക്കാറുണ്ട്, അവരുടെ എന്താ പറയുന്നത് കഥ എഴുതാനുള്ള കഴിവ് അവർ വിൽക്കാറുണ്ട്, ഡയറക്ഷൻ ചെയ്യാനുള്ള കഴിവ് അവിടെ വിൽക്കാറുണ്ട്, എഡിറ്റിംഗ് കഴിവ് അവിടെ വിൽക്കാറുണ്ട്. അതായത് സിനിമ എന്ന് പറയുമ്പം തങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത് അത് ഫുൾ അവരവിടെ വിൽക്കാറാണ് പതിവ് അല്ലേ. സിനിമ എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ കാണുന്ന സമയത്ത് അവിടെ അവരുടെ കഴിവുകൾ വിറ്റിട്ടാണ് അവരവിടുന്ന് ഇൻകം നേടുന്നത്. അതും കഷ്ടപ്പാടാണ്. ഈ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്തു കഴിഞ്ഞാലും അവിടെയും ഓരോ ആൾക്കാരും ചെയ്യുന്നത് തങ്ങൾക്കുള്ള കഴിവ് അല്ലെ തങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും അത് അവരവിടെ വിറ്റിട്ടാണ് മേടിക്കുന്നത്. ഇങ്ങോട്ടേക്ക് അവർ പൈസ മേടിക്കുന്നത്, വെറുതെ ഇരുന്ന് മേടിക്കുകയല്ല. ഇപ്പം നമ്മളാണെങ്കിൽ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. പലരുടെയും വിചാരം എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇത്ര ഉള്ളത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവർ കഷ്ടപ്പെടുന്നുണ്ട്, എത്രത്തോളം അവർക്ക് ക്ഷമയുണ്ട്, എത്രത്തോളം അവരാണെങ്കിൽ അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓരോ വ്യക്തികളും അവരുടെ ലൈഫിൽ മുന്നേറി വരുന്നത് ഒരുപാടധികം അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഈ കഷ്ടപ്പാടിൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ വേഗത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ എല്ലാ ആൾക്കാരും ഇതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് കഷ്ടപ്പെടാതെ ജീവിക്കുന്ന ആരുമില്ല. ഭിക്ഷ എടുക്കുന്ന ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്, വെറുതെ ഇരിക്കുന്ന ആൾക്കാർ പോലും, അതായത് ജോലിക്ക് പോകാൻ പറ്റാണ്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ പോലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇനി ജോലി ആകാതെ പലരുടെയും നിനക്ക് ജോലി ആയില്ലേ, നീ എൻ്റെ ജോലിക്ക് പറ്റ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കും കഷ്ടപ്പാടുണ്ട്. കാരണം ഓരോ ദിവസവും മറ്റുള്ളവരെ കുത്തുവാക്കും, വേദനയും വിഷമം, എന്താ പറയുന്നത് പറയുന്ന ആക്ഷേപം എല്ലാം കേട്ട് അവരും ഒരുപാട് സഹിച്ചാണ് നിൽക്കുന്നത്. അവർക്കുമുണ്ട് കഷ്ടപ്പാട്. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെങ്കിൽ ലോകത്ത് ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, ലോകത്ത് ഒരാളും കഷ്ടപ്പെടാതെ ജീവിക്കുന്നില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പം മറ്റൊരാൾ നോക്കുമ്പോൾ ഇവൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പുറമേ നിന്ന് കാണുമ്പോൾ, പക്ഷേ യഥാർത്ഥത്തിൽ അയാളുടെ ലൈഫിൽ ചിലപ്പോൾ ഇവർക്ക് കാണാൻ പറ്റാത്ത ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാടധികം കഷ്ടപ്പാടുകളുണ്ടാവും. അപ്പോൾ ഈ ആൾക്കാർ നീ ജോലിക്ക് പോകുന്നില്ല, അല്ലെ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന സമയത്ത് അവർക്ക് പിന്നിൽ എന്തെല്ലാം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ചിന്തിക്കാനുള്ളൊരു മനോഭാവം കൂടി നിങ്ങൾ കാണിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിവാഹം കഴിച്ച ആൾക്കാർ ഒരു 90% പേരും സമാധാനപരമായിട്ടും ശാന്തിയോടെയും കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്ത് നടക്കുന്ന ഡിവോഴ്സ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ വളരെ 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 ചുരുക്കമാണ്. നമ്മുടെ ഇന്ത്യയിൽ ന്യൂനപക്ഷം അല്ലെങ്കിൽ അതിന് മേളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നോർമലായിട്ടുള്ള ആൾക്കാർ ഡിവോഴ്സ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി കുറവാണ് ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വിവാഹം കഴിച്ചിട്ടുള്ള ഡിവോഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു
ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പോയിൻ്റ് സംതിങ് ആണേ കാണത്തുള്ളൂ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഹാൻഡിക്യാപ്ഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. 1% പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ പോലും ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വിവാഹം കഴിച്ചിട്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞ് പോയിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. എന്നാൽ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വിവാഹം കഴിച്ചതിന് ശേഷം അകന്ന് ജീവിക്കുന്നവരുണ്ട്, ഡിവോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ്. അപ്പോൾ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷപരമായിട്ടും സമാധാനപരമായിട്ടുള്ള കുടുംബജീവിതമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നതൊക്കെ വെറും വിഡിത്താണ്. പിന്നെ സൗന്ദര്യമുള്ള ആളെ മാത്രമേ നമ്മൾ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, സൗന്ദര്യമുള്ള ഭാര്യയെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, സൗന്ദര്യമുള്ള ഭർത്താവിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. എവിടെ ഇങ്ങനത്തെ നിയമമൊന്നുമില്ല. ഇന്നത്തെ കാലത്താണ് നമ്മൾ നോക്കുമ്പോൾ പലർക്കും സൗന്ദര്യമുള്ള പോലെ തോന്നുന്നത്. നമ്മുടെ പണ്ടത്തെ കാലം ഒന്നും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നാട്ടിൽ മുന്തിയന ആൾക്കാരാണെങ്കിലും താഴ്ന്നതിന ആൾക്കാരാണെങ്കിലും ഏകദേശം ഒരേ രീതിയിലാണ് പോയിട്ടുള്ളത്. സൗന്ദര്യം എന്ന് പറയുന്ന വലിയ അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള രീതിയിലൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ചുകൂടെ വസ്ത്രധാരണവും അതുപോലെ തന്നെ ജാതി സ്പിരിറ്റും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പണ്ട് കാലത്ത് കൂടുതൽ നടന്നിട്ടുള്ളത്. ഈ നമ്മൾ പല ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ആൾക്കാർ ഈ മേൽജാതിയിലുള്ള ആൾക്കാർ കീഴ്ജാതിക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സംബന്ധം വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഞാനൊരു ഇതിനെ ആക്ഷേപിക്കുകയല്ല, ഞാൻ റീസണായിട്ട് കാര്യം പറയണം. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ നാട്ടിൽ ഇപ്പം സൗന്ദര്യത്തിന് ഭയങ്കര മാർക്കറ്റിംഗ് ആണ്. സൗന്ദര്യമാണ് എല്ലാവർക്കും മെയിൻ. സൗന്ദര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തോ ഇല്ല എന്നാണ് പലരുടെയും ചിന്ത. അവർ പിന്നെ ജീവിക്കാനേ അർഹതയില്ല എന്നൊക്കെയായിരിക്കും തോന്നുന്നു പലരുടെയും ചിന്തകൾ. ഇനി നിങ്ങൾക്ക് കാണാത്ത പല സൗന്ദര്യങ്ങളും ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വിവാഹം കഴിക്കുന്ന ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാത്ത മെയിനായിട്ട് നിങ്ങൾക്ക് കാണാത്ത ഒരു കാര്യം എന്താണെന്നറിയോ? അവരുടെ മനസ്സ്. ആ ഒരു മനസ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് സൗന്ദര്യമില്ല, അവർ കുറവുള്ളവരാണ് എന്നൊരിക്കലും പറയില്ല. എനിക്ക് സത്യത്തിൽ ഇത് ഇപ്പം ഡോറയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കുറേ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഞാൻ അവളെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടില്ല. കൂടുതലും പറഞ്ഞിട്ടുള്ളത് ഭാര്യയെ വിറ്റ് ജീവിക്കുന്നു, പിന്നെന്താണ് പണത്തിന് വേണ്ടിയാണ് വിവാഹം കഴിച്ചത്, അങ്ങനെ കുറേ എന്തൊക്കെയാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. പിന്നെ അവളുടെ ശാരീരിക ഇതിനെക്കുറിച്ച് പരിമിതികളെക്കുറിച്ചൊക്കെ. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് വിവാഹം കഴിച്ച് എന്തിനാണെന്നുള്ളൊരു ചോദ്യവും ആ ചോദ്യമായിട്ട് പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ കേൾക്കുന്നത് ഇപ്പം ലൈഫിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് എനിക്കിത് പ്രതികരിക്കണം തോന്നിയത്. അതുപോലെ തന്നെ എന്നെപ്പോലെ ഇനിയും ആൾക്കാർ, അതായത് ഒരു ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാരുണ്യം ചെയ്യുക എന്നൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ത്യാഗമൊന്നും ചെയ്യാൻ നിൽക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിടത്ത് നമ്മൾ ത്യാഗം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് മടുപ്പായി മാറും. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേണ്ട. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടോ നമുക്ക് ഓക്കെ ആണെന്ന് നമുക്ക് തോന്നിയാൽ അയാൾക്കൊപ്പം ജീവിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇനി അത് എന്താ പറയുന്നത്, കറുത്തവരായിട്ട് വെളുത്തവരായിക്കോട്ടെ, അതല്ലെങ്കിൽ പരിമിതികളുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മളൊരാളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക, അയാളെ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവിതം ഭയങ്കര സന്തോഷകരമായിരിക്കും. എൻ്റെ ലൈഫിൽ ഞാനാണെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച ആ വ്യക്തി കിട്ടാതായപ്പോൾ ഓക്കെ ഞാൻ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നീട് എനിക്ക് അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടിയപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് അവളെ ഞാൻ കൂട്ടി. അതിൽ ഞാനാണെങ്കിൽ നിങ്ങളീ പറയുന്ന രീതിയിലുള്ള സൗന്ദര്യമോ ശാരീരിക പരിമിതികളോ ഒന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് ഓക്കെയാണ്, എന്നെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് എന്നെനിക്ക് തോന്നിയ ആളെ ഞാൻ സ്വീകരിച്ചു. അതുപോലെ ഇവിടെ വന്നതിന് ശേഷം ഞാനാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും അവളുടെ അടുത്ത് ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഇപ്പം 3 വർഷമായി. 3 വർഷത്തിനിടയ്ക്ക് ഇത്രയും കാലത്തിനിടയ്ക്കും ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു ദിവസം പോലും ഞാൻ ഡോറേനെ എൻ്റെ അടുത്ത് നിന്ന് അകറ്റി നിർത്താറില്ല. ഞാൻ എവിടെ പോയാലും രാത്രിയാകുമ്പോൾ കറക്റ്റ് എൻ്റെ വീട്ടിൽ ഞാൻ എത്തിയിരിക്കും. അത് രാത്രി 7:30-8 മണിക്കുള്ളിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കും. ഞാൻ എവിടെ പോയാലും ശരി തന്നെ. കാരണം എനിക്ക് അവളെ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ അകന്ന് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ആകെ എൻ്റെ അടുത്ത് നിന്ന് അകന്ന് നിന്നതെന്ന് വെച്ചാൽ ഈ 7ാം മാസത്തിലെ ചടങ്ങ് നടത്തി കൂട്ടിക്കൊണ്ട് പോയ സമയത്ത് മാത്രമാണ് എൻ്റെ അടുത്ത് നിന്ന് അകന്ന് നിന്നിട്ടുള്ളത്. അതല്ലാണ്ട് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഒരു രീതിയിൽ അകറ്റി നിർത്തിയിട്ടില്ല. പലരും പറഞ്ഞു ഡെലിവറി കഴിഞ്ഞ സമയത്ത് 28 ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഞാൻ ഡോറയിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനാണ് ഇപ്പോഴേ കൂട്ടിക്കൊണ്ടുവന്നത്, അതിൻ്റെ ആവശ്യം എന്തെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അടുത്ത് ഡോറ എപ്പോഴും വേണം. അതാണ് എൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അംഗപരിമിതിയായിട്ടുള്ളൊരു യുവതി വിവാഹം കഴിച്ചതുകൊണ്ട് ഞാൻ ഹാപ്പി അല്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവൾക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവൾക്കൊപ്പം ഇരിക്കുന്നതും ചിരിക്കുന്നതും തമാശ പറയുന്നതും വഴക്കിടുന്നതും ദേഷിക്കുന്നതും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
അവൾക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്തു തരാൻ അവൾക്ക് പറ്റുന്നില്ല. ആകെ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി തരും, എൻ്റെ കൂടെ നിന്ന് തമാശ പറയും, ചിരിക്കും, കളിക്കും എന്നുള്ള കാര്യങ്ങൾ ഉള്ളതല്ലാതെ അങ്ങനെ വലിയ എന്നുവെച്ചാൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ പോലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഡോറയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ അവൾ ഹാപ്പിയാണെന്നാണ് എനിക്ക് 100% വിശ്വാസമുള്ളത്. അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫിൽ, ഡോറയുമായിട്ടുള്ള എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷവാനാണ്. എനിക്ക് ഒരു ഹാൻഡിക്യാപ്റ്റുള്ള യുവതിയെ ഞാൻ വിവാഹം കഴിച്ചതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ സന്തോഷവാനല്ല എന്ന് പറയുന്നവരോട് ഞാൻ സന്തോഷവാനാണ്. ഡോറയെപ്പോലെ ഒരു കുട്ടി എൻ്റെ ലൈഫിലോട്ട് വന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾക്കിടെ വഴക്കുകളുണ്ട്, ബഹളങ്ങളുണ്ട്, ഞങ്ങൾ ദേഷിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ടും ദേഷിക്കും, അവൾ ഇങ്ങോട്ടും ദേഷിക്കും, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ദിവസം പോലും അല്ലെ ഒരു നിമിഷം പോലും ഞങ്ങൾ പിരിഞ്ഞിരിക്കാറില്ല. അതാണ് ഞങ്ങൾ. അപ്പോൾ ഇത്രയൊന്ന് പറയണം തോന്നി. ഇനി ഈ എന്തിനേയും വിവാഹം കഴിച്ചു, ഇങ്ങനൊരു കുട്ടിയെ വിവാഹം കഴിക്കാൻ പാടില്ലാത്തതിൽ എന്തിനാണ് സ്വീകരിക്കാൻ പോയത്, എന്തിനാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നവരോട്, ഈ കഷ്ടപ്പെടുന്നത് എനിക്ക് സന്തോഷം തരുന്നുണ്ട്, ഈ കഷ്ടപ്പാടിലും എനിക്ക് സന്തോഷം തരുന്നുണ്ട്, ഈ കഷ്ടപ്പാടിൽ എനിക്ക് അവളോടുള്ള സ്നേഹം എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ളൊരു യുവതിയെ ഞാൻ വിവാഹം കഴിച്ചെങ്കിൽ ഇത്രയധികം എനിക്ക് അവളോട് സ്നേഹവും ഇത്രയധികം കെയറും എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനൊരു കുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചതുകൊണ്ട് എനിക്ക് അത്രയും കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്രയും എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്നുണ്ട്, അത്രയും എനിക്ക് സർപ്രൈസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർക്ക് എനിക്കറിയില്ല, മറ്റുള്ള ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കുന്ന സർപ്രൈസിനേക്കാളും കൂടുതൽ എനിക്ക് പല കാര്യത്തിനും സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. വലിയ വിലയുള്ള സാധനങ്ങളൊന്നും ഞാൻ മേടിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ പോലും എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ഡോറേനെ എന്താ പറയുക സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കത് മതി, ഞങ്ങളതിൽ ഹാപ്പിയാണ്. അതാണ് ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. ഞങ്ങൾക്കത് മതി, അത്ര മതി. അപ്പോൾ ഇത് മൈൻഡിൽ വെച്ച് വേണം നിൽക്കാൻ. പിന്നെ ഹാൻഡിക്യാപ്റ്റുള്ളവരെ വിവാഹം കഴിക്കാൻ പാടില്ല, അവരെ പ്രദർശിപ്പിച്ചാണ് ജീവിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഞങ്ങളിലുള്ളൊരു കഴിവുണ്ട്, ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളത് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നു. ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അവർക്കൊരു എന്താ പറയുന്നത് ഒരു ബലമാണ്, അവർക്ക് ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന പോലെയാണ്. അത് മതി. അതായത് ഞങ്ങളുടെ ലൈഫ് ചിലരെയെങ്കിലും സ്വാധീനിക്കാൻ പറ്റുന്നു, അവർക്കെങ്കിലും നല്ലൊരു ലൈഫ് അല്ലെ അവർക്കെങ്കിലും നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നു എന്ന് കേട്ടാൽ അത് മതി. ഞങ്ങൾക്ക് അത് അത്രയും മതി. അതാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കൂട്ടുകാരെ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.